കായംകുളത്ത് വഴിയോര കച്ചവടക്കാരിയെ കബളിപ്പിച്ച വാൻ യാത്രികർക്കായി അന്വേഷണം. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ പേരയ്ക്ക കച്ചവടം നടത്തിയിരുന്ന ഷെൽവിയാണ് തട്ടിപ്പിനിരയായത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കായംകുളം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ തീർത്ഥം പൊഴിച്ചാലുമൂട് ജംഗ്ഷന് സമീപമാണ് സെൽവി കച്ചവടം ചെയ്തിരുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ചുവന്ന ഒമ്നി വാനിലെത്തിയ യുവാക്കൾ ഇവരിൽ നിന്നും പഴവർഗ്ഗങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ കടന്നുകളയുകയായിരുന്നു. പേരക്ക, മാങ്ങ, സപ്പോട്ട എന്നിവ ഉൾപ്പെടെ 2000 രൂപയുടെ പഴവർഗ്ഗങ്ങളാണ് യുവാക്കൾ വാങ്ങിയത്. വാനിൽ നിന്നും ഇറങ്ങാതെയാണ് യുവാക്കൾ പഴങ്ങൾ വാങ്ങിയത്. പണം കൈവശമില്ലെന്നും ഓൺലൈനായി നൽകാമെന്നും ഇവർ പറഞ്ഞതോടെ സ്കാനറിന്റെ സ്റ്റാൻഡ് താഴെ നിന്നും സെൽവി എടുക്കുന്ന സമയം കൊണ്ടാണ് ഇവർ വാനുമായി കടന്നുകളഞ്ഞത്. വേനിൽ 2 ആൾക്കാർ സാധനം കേട്ട് പേരക്ക, സപ്പോട്ട, മാമ്പഴം എല്ലാ സാധനം വാങ്ങി പണം കേട്ടதுக்கப்புறம் ஜிபே இருக்குதான்னு கேட்டு ஜிபே கேட்ட இருக்குன்னு சொல்லி எடுத்து காமிக்கிறதுல வண்டி எடுத்துட்டு போய் 2000 രൂപയ്ക്ക് വാങ്ങി. കഴിഞ്ഞ 5 വർഷമായി സെൽവി കായംകുളത്ത് പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തു വരികയാണ്. പ്രധാനമായും പേരക്കയാണ് കച്ചവടം ചെയ്യുന്നത്. സീസൺ അനുസരിച്ച് മാമ്പഴം, സപ്പോട്ട, പപ്പായ എന്നിവ കച്ചവടം ചെയ്തു വരികയായിരുന്നു. ഇവരുടെ ആകെ വരുമാന മാർഗമാണ് ഈ കച്ചവടം. തങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ അനുഭവമാണ് ഇതെന്നും തങ്ങളുടെ 3 ദിവസത്തെ അധ്വാനമാണ് അവർ കവർന്നതെന്നും സെൽവി പറഞ്ഞു. ഇവരെ കബളിപ്പിച്ചു കടന്ന ഒമ്നിക്കാറിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കായംകുളം.